ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് നവംബർ 19 സ്റ്റോക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത് SBI കാർഡ്, പെട്രോനെറ്റ്, ബന്ധൻ ബാങ്ക്, IGL, ടൊറന്റ് പവർ. ഇനി എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഓക്കെ, നമുക്ക് ഈ ഒരു റീജിയൻ ആദ്യം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു എന്താണ് അടിപൊളി സപ്പോർട്ട് സോൺ ആണ്, മനസ്സിലായി അല്ലേ? നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഇവിടുത്തെ കൺസെപ്റ്റിൽ ഇത് സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇത്ര ദിവസം നല്ലൊരു ഫോൾ തന്നിട്ടും 2-3 ദിവസം ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നല്ലൊരു വോളിയത്തോടു കൂടി ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നാളെയും കൂടി ഈ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതായത് കയറി ഈ ഭാഗത്ത് നിന്ന് റിട്ടേൺ വന്നു. ഈ ഭാഗം ഒരു നല്ലൊരു എന്താണ് ഓക്കെ ഒരു റെസിസ്റ്റൻസ് സോൺ ആണ് കണ്ടോ. അപ്പോൾ അവിടുന്ന് റിട്ടേൺ വന്നതാണ്. അവിടുന്ന് റിട്ടേൺ വന്നിട്ട് 2-3 ദിവസം നിന്നു. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ലെവലിനെയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ അതിനർത്ഥം നല്ല വോളിയം സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഹൈയും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. അങ്ങനെ തരികയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ വരാനും ചാൻസ് ഉണ്ട്, 860 ലെവൽ വരെ. ഓക്കെ, അടുത്തത് പെട്രോനെറ്റ് ആണ്. പെട്രോനെറ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം ഇതായിരുന്നു മെയിൻ റെസിസ്റ്റൻസ് റീജിയൻ. അതായത് ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്യാനുള്ളത്. അതിന് മുന്നേ നല്ലൊരു മൊമെൻറ്റം തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് നല്ലൊരു മൊമെൻ്റാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ദിവസം ഹോൾട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, പക്ഷെ അടുത്ത ദിവസം ഇവിടെ ഹോൾട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ റീജിയനിൽ ഹോൾട്ടായി. അപ്പോൾ അതിനർത്ഥം ചിലപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലാവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു എന്നാണ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ വോളിയത്തിൻ്റെ സപ്പോർട്ട് കണ്ടോ. ഏകദേശം യെസ്റ്റർഡേ ബുള്ളിഷ്നെസ് വന്ന ആ ലെവലിനേക്കാളും കുറച്ചുകൂടി തരിക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡ് റിവേഴ്സിൻ്റെ ലക്ഷണമാണോ ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോളിന് ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്പ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അതായത് താഴത്തേക്കോ മുകളിലേക്കോ ഒരു മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ. ചിലപ്പോൾ അതായത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ളൊരു പ്രശ്നം കൊണ്ട് സൈഡ് വൈസ് മൂവ്മെൻറ്റിനും ചാൻസ് ഉണ്ട്. അടുത്തത് ബന്ധൻ ബാങ്ക് ആണ്. ബന്ധൻ ബാങ്ക് പ്യൂർലി പ്രൈസ് ആക്ഷൻ മോഡാണ്. കാരണം ലോവലിൽ നിന്ന് വരുന്നു, കറക്ഷൻ, വീണ്ടും പോകുന്നു, ചെറിയൊരു കറക്ഷൻ, വീണ്ടും മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ വോളിയം ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം, നാളെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടുമെന്ന് മനസ്സിലാക്കാം. ഞാൻ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ലെവലൊക്കെയാണ് വരുന്നത്. തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നല്ലൊരു മൊമെൻറ്റം തരികയാണെങ്കിൽ ഈ ഒരു ലെവൽ 370 ലെവൽ വരെയൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിനേക്കാളും പോവാം. അടുത്തത് IGL ആണ്. നല്ലൊരു മൊമെൻറ്റം തന്നു, അതിനുശേഷം ഒരു കറക്ഷൻ, വീണ്ടും നല്ലൊരു മൊമെൻറ്റം, ഒരു കറക്ഷൻ, വീണ്ടും മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തത് ഈ ഒരു ലെവലാണ് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ 470-460 റീജിയനിൽ വരുന്നുണ്ട് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു മൊമെൻറ്റം തരും എന്നുള്ള പ്രതീക്ഷയിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയും വോളിയം സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അടുത്തത് ടൊറന്റ് പവർ ആണ്. ടൊറന്റ് പവർ എടുക്കാനുള്ള കാരണം ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. അവിടെ തട്ടി ഇവിടെ നിന്ന് നല്ല റെസിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റീജിയനിൽ വന്നതിന് ശേഷം നല്ലൊരു ഫോൾ വന്നതിന് ശേഷം ഒരു ദിവസം ഇവിടെ ഹോൾട്ട് ചെയ്തു, 2 ദിവസം ഹോൾട്ട് ചെയ്തു. ഈ 2 ദിവസം ഹോൾട്ട് ചെയ്തപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാനതിന് പറ്റിയില്ല.
ഈ ക്യാൻഡിലിൻ്റെ ലോയും ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ബിയറിഷ്നെസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോളോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ വന്നിട്ടായിരിക്കും സപ്പോർട്ട് എടുക്കുക, ഈ ഒരു ലെവലിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതും പരിഗണിച്ചത്. ഇതിപ്പോൾ ഇങ്ങനെ വന്ന് ഒരു തിരിച്ചുവരവാണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം താഴത്തേക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെവൽ നമുക്ക് വരച്ച് നോക്കാം. ടൊറന്റ് പവറിൻ്റെ ബാക്കി എല്ലാത്തിൻ്റെയും വരച്ച് കഴിഞ്ഞാണ് നമുക്ക് ഓരോന്നായിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ടൊറന്റ് ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക. ഇതൊരു ഫ്രീ വെർഷനാണ്. ഫ്രീ വെർഷൻ ആണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാം, കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ഇത് 200 ഒക്കെ EMS ആണ്. EMI നമുക്കിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ലെവൽസ് 50 മിനിറ്റ്സ് ക്യാൻഡാണ് ഉപയോഗിക്കുന്നത്. നോർമലി ഞാൻ അതാണ് ഉപയോഗിക്കാറ്. നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റ് ഇതിന് ഈ ഒരു ലെവൽ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെൽ ചെയ്യാം എന്നുള്ള ലെവലിൽ വയ്ക്കാം. അതായത് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ടെന്നുള്ള ലെവലിൽ. ഓക്കെ, നമുക്ക് ഈ പോയിന്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തില്ല, നമുക്ക് കുറച്ച് ലൈൻസ് വേണം. ഈ കളർ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഈ കളർ നമ്മൾ ടാർഗറ്റിന് വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് 308 മുകളിലേക്ക് ആണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ടെന്ന് പറയാം. എന്തുകൊണ്ട് വെച്ചു എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതൊരു നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഈ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ചെറിയ റെസിസ്റ്റൻസ് സോറി. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു സോണാണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പോയിന്റ് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാണ്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഒരു SR അല്ലെങ്കിൽ ഒരു സ്വിംഗ് പോയിന്റിന് തൊട്ട് താഴെയായിട്ടായിരിക്കും നിൽക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു റീജിയൻ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്ന പോലത്തെ ഒരു റീജിയനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തൊട്ട് താഴത്തേക്ക് ഇറക്കി വയ്ക്കും. നമ്മളിവിടെ വയ്ക്കുമ്പോൾ 306.30 ഒരു 1.5 രൂപയോടാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമ്മൾ ഇതിനും ഇവിടെയാണ് വരുന്നത് നല്ലൊരു സപ്പോർട്ട് സോണ്. ഒരു പൊടിക്ക് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നു. ഓക്കെ, ഇത് അപ്രോക്സിമേറ്റ് ഒരു 1.40 രൂപ വരുന്നുണ്ട്. ഓക്കെ, ഇനി ടാർഗറ്റ് എങ്ങനെ വയ്ക്കും? ടാർഗറ്റ് വയ്ക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ വയ്ക്കിയിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് സോൺ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് വെച്ചു. കാരണം ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അതുകൊണ്ട് അത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ടാർഗറ്റ്, അടുത്ത SR പോയിന്റ് നോക്കും. ഓക്കെ, ഇതാണ് അടുത്തത് വരുന്നത്. നമ്മൾ ഓക്കെ ഈ ഒരു ലെവൽ വെച്ചു. ഇനി അടുത്തത് വരുന്നത് ഈ ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് 1.5 രൂപയാണ്. അപ്പോൾ ഒരു 1:2 ആയിട്ടുള്ളൂ ഇത്ര വെച്ചപ്പോഴേക്കും. 1:2 ഒരു 4 രൂപയെങ്കിലും കിട്ടണമായി അപ്പോൾ നമ്മളൊരു ചെറിയൊരു കാരണം കറക്റ്റായിട്ട് കിട്ടുന്നില്ല, എന്നാലും
ഇതായിട്ടൊന്ന് കയറ്റി വെച്ചു. ഓക്കെ, ഇതുവരെ എത്തിക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ ഒരു ലോജിക്ക് അനുസരിച്ച്. നമ്മളിതൊരു നല്ലൊരു ഫോൾ ആണെങ്കിൽ എന്തായാലും ഈ ടാർഗറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഫോൾ വരും. ഓക്കെ, കാരണം ഈ ഒരു ലെവലിൻ്റെ ഒരു പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നല്ലൊരു മൊമെൻ്റത്തോട് കൂടി അല്ലെങ്കിൽ നല്ലൊരു വോളിയം സപ്പോർട്ടോട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ വരെ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് നിൽക്കുക 300 റേഞ്ചിൽ. അതിനുശേഷം അതും കൂടി ബ്രേക്ക് ചെയ്യണമെങ്കിൽ ചിന്തിച്ച് നോക്കൂ, ഈ ഒരു ലെവൽ വരെയൊക്കെ വരും 295 റേഞ്ചിൽ. ഓക്കെ, നമ്മളിവിടെ വെച്ചതിന് കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഒരു റെസിസ്റ്റൻസ് എടുത്ത പോലെ ഉണ്ട്, അതുകൊണ്ട് അവിടെ വെച്ചു. അടുത്തത് ഈ പോയിന്റ് ആണ്. നമുക്കിത് ഇവിടെ വെക്കാം. ഇവിടെയാണ് അടുത്തൊരു സ്വിംഗ് പോയിന്റ് വരുന്നത്, അതുകൊണ്ട് ഇവിടെയും സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടേംസ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുകയും ചെയ്യാം എന്താണ് സ്വിംഗ് പോയിന്റ് അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നൊക്കെ. നിങ്ങൾക്ക് അതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സ്, ടൊറന്റ് പവർ 307 രൂപ മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ് ആയിരിക്കും, 303 രൂപ താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ് ആയിരിക്കും. SBI കാർഡ്സ് 819 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്, 801 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. പെട്രോനെറ്റ് 262 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്, 256 രൂപയ്ക്ക് താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ബന്ധൻ ബാങ്ക് ആണ്. ബന്ധൻ ബാങ്ക് 363 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്, 354 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് IGL ആണ്. IGL 450 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്, 444 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പ്രൈസ് ലെവൽസ് എല്ലാം നിങ്ങൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. കണ്ണും അടച്ച് ട്രേഡ് എടുക്കരുത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ ഓരോ ലെവലും ബ്രേക്ക് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ വരുത്തുക, അവിടെ ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. അതായത് അതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അതാണ് ഞാനും ഫോളോ ചെയ്യുന്നൊരു കാര്യം. അതായത് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞ് ട്രേഡ് എടുക്കരുത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് ഏതെങ്കിലും ഏരിയയിൽ നിന്ന് വരും, അതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. കാരണം ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ വരുത്തിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യിക്കാനും അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ ലെവൽസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഉള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അതായത് പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അറിയിക്കുക. ഓക്കെ, അപ്പോൾ ലാഭകരമായൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ വിട പറയാണ്. നിങ്ങളുടെ സ്വന്തം അരുൺജി.
അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.